നമസ്കാരം. പ്രധാന വാർത്തകൾ. മലയോര മേഖലയിലെ സംസ്ഥാന പാതകൾ ഉൾപ്പെടെ ആനത്താരകളായി മാറിയത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. നിയമസഭയിൽ പലതവണ പ്രശ്നം ഉന്നയിച്ചിട്ടും സർക്കാർ വിഷയം ഗൗരവമായി എടുത്തില്ലെന്നും എ.പി. അനിൽകുമാർ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനകൾ നാശം വിതച്ച സ്ഥലങ്ങൾ എം.എൽ.എ. സന്ദർശിച്ചു. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ചുനങ്ങാട് സ്വദേശി യൂസഫിനെയാണ് കാണാതായത്. 2 ദിവസത്തെ മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ കാട്ടുപന്നി വേട്ട. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ വേട്ടയിൽ 8 പന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായുള്ള പരാതിയെ തുടർന്നായിരുന്നു വേട്ട. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വീണ്ടും അംഗീകാര നിറവിൽ. മികച്ച സേവനത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരമാണ് ആശുപത്രിക്ക് ലഭിച്ചത്. കായകൽപ്പ് പുരസ്കാരത്തിന് പിന്നാലെയാണ് ഈ ദേശീയ അംഗീകാരം. പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ച. വ്യാപാരികളുമായി ചർച്ച നടത്തിയ എം.എൽ.എ. റോഡ് തകർച്ചയ്ക്കെതിരെ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. മലയോര മേഖലയിലെ സംസ്ഥാന പാതകൾ ഉൾപ്പെടെ ആനത്താരകളായി മാറിയത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. വന്യമൃഗശല്യം തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് താൻ പലതവണ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണെന്നും എം.എൽ.എ. പറഞ്ഞു. കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ കാട്ടാനകൾ നാശം വിതച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു എം.എൽ.എ. കരുവാരക്കുണ്ടിലേതുൾപ്പെടെ തന്റെ നിയോജക മണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് നിയമസഭയിൽ താൻ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയെ നിരവധി തവണ സമീപിച്ചു. ജനങ്ങൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. മലയോര മേഖലയിലെ റോഡുകൾ ആനത്താരകളായി മാറിയത് സർക്കാരിന്റെ സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ്. കാട്ടാനകളെ ജനവാസ മേഖലകളിൽ നിന്ന് തുരത്താനും പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളെ പിടികൂടാനുമുള്ള സംവിധാനങ്ങൾ പോലും ഇന്ന് വനം വകുപ്പിന്റെ കൈവശം ഇല്ലെന്നും എ.പി. അനിൽകുമാർ എം.എൽ.എ. കുറ്റപ്പെടുത്തി. നമ്മുടെ മലയോര മേഖലയിലെ റോഡുകളൊക്കെ നമുക്ക് മുമ്പ് ജനങ്ങൾക്കും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാനുള്ള വഴികളായിരുന്നെങ്കിൽ ഇന്ന് അത് ആനകൾക്കുള്ള ആനത്താരകളായി മാറിയിരിക്കുകയാണ്. റോഡിൽ കുണ്ടും കുഴിയുണ്ട് എന്നുള്ള ആക്ഷേപം പറയുന്ന നമുക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആനശല്യം കൊണ്ട് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ കരുവാരക്കുണ്ടായാലും കാളികാവാലും എല്ലായിടത്തും ഉള്ളത്. അതുപോലെ തൊട്ടടുത്ത വീട്ടിൽ ഇതുപോലെ നാശനഷ്ടങ്ങളുണ്ടായി. ഒരു വാഹനം അടിച്ചു താർത്തു. ഇങ്ങനെ ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലും വനം വകുപ്പ് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. ജനങ്ങൾ ഇന്ന് അങ്ങേയറ്റം അസ്വസ്ഥരാണ്, അങ്ങേയറ്റം പ്രയാസത്തിലാണ്. കൃഷി പൂർണ്ണമായി നശിപ്പിക്കുന്ന സാഹചര്യം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഭയപ്പാടോടുകൂടി ജീവൻ നിലനിർത്താൻ പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഭാഗത്ത്. അതിനെല്ലാം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നു. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്ന സാഹചര്യമില്ല. ഇപ്പോൾ റോഡുകളും ആനകൾക്കുള്ള വഴികളായി മാറിക്കഴിഞ്ഞു. ഇനി ജനങ്ങൾക്ക് റോഡിലും സ്വൈരമായി സമാധാനത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറയണം, ചെയ്യാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കാട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങുന്ന ഏതാണോ വഴികൾ, ആനത്താരകൾ, അത് അവിടെയെങ്കിലും ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് ആന ഇറങ്ങി നിയന്ത്രിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. പുലിയും കടുവയും പോലെയുള്ള കാര്യങ്ങളെ പിടിക്കുന്നതിന് DFOയുടെ കീഴിൽ ആകെ 4 കൂടുകളും അല്പം ക്യാമറകളും മാത്രമാണുള്ളത്. അപ്പോൾ അതൊക്കെ അതിനൊക്കെയുള്ള പണം അനുവദിച്ച് കൂടുതൽ കൂടുകളും ക്യാമറകളും അനുവദിച്ച് ഇതിനെ ഇത്തരത്തിൽ എവിടെയാണോ ഇത്തരം സാന്നിധ്യം, പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളത് അവിടെയൊക്കെ എത്രയും പെട്ടെന്ന് കൂടുകൾ സ്ഥാപിച്ച് പിടിക്കാനുള്ള നടപടി ആണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. വലിയ ഗുരുതരമായ വീഴ്ച ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുവാൻ സന്ദർഭം വിനിയോഗിക്കുക. കഴിഞ്ഞ ദിവസം പറയന്മാട് മലയിറങ്ങി വന്ന 3 കാട്ടാനകൾ 2 സംസ്ഥാന പാതകൾ മുറിച്ചു കടന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് തൊവ്വൂരിലെത്തിയത്. ആനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമത്തിനിടെ നിരവധി നാശനഷ്ടങ്ങളാണ് കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നടുത്തൊടിക ഷൗക്കത്ത് അലിയുടെ കിണർ ആന നശിപ്പിച്ചു. ഇവരുടെ തന്നെ ശുചിമുറി കെട്ടിടവും ആനകൾ തകർത്തു. കൊറ്റങ്ങോടൻ ഫാത്തിമയുടെ വീടിന്റെ മുൻഭാഗം തകർത്തു. ഇതിനു പുറമെ KV ജോണിന്റെ കാലിത്തൊഴുത്തും ആനകൾ തകർത്തു.
തലനാരിഴയ്ക്കാണ് ജോണും സമീപവാസിയായ നൌഫലും ആനകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത്തരം സ്ഥലങ്ങളെല്ലാം MLA സന്ദർശിച്ചു. വാർഡ് അംഗങ്ങളായ NT ഫൗസിയ, C പ്രമീള, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് V ആബിദലി, T ഇംതിയാസ് ബാബു, V ഷബീർ അലി, V ഷൗക്കത്ത് അലി, M ഫിയാസ്, V മൊയ്തീൻകുട്ടി, T മജീദ്, VK സുകുമാരൻ, വൈശാഖൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. 3 5 കാട്ടാനകൾ ഒരുമിച്ച് നിന്നാൽ പോലും കാണാൻ കഴിയാത്തത്ര കാടാണ് കരുവാരക്കുണ്ട് മേലാറ്റൂർ മലയോര പാതയോട് ചേർന്ന സ്ഥലങ്ങൾ. ഇവിടെയാണ് വന്യമൃഗങ്ങൾ ഒളിച്ചു കഴിയുന്നത്. ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത കൃഷിഭൂമി ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കാതെ കാടുമൂടിയ അവസ്ഥയിലെത്തിയതാണ് വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കാരണമാകുന്നത്. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്നത് കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി വഴിയാണ്. കരുവാരക്കുണ്ട് മേലാറ്റൂർ മലയോരപാത മുറിച്ചു കടന്നാണ് ഹൈവേ കടന്നു പോവുക. ഇതിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത ഏക്കർ കണക്കിന് ഭൂമി ഇപ്പോൾ ആരാലും ശ്രദ്ധിക്കാതെ കാടുമൂടി കിടക്കുകയാണ്. കാടെന്ന് പറഞ്ഞാൽ കൊടും കാട്. 3 കാട്ടാനകൾ ഒരുമിച്ച് നിന്നാൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലാണ് പൊന്തക്കാടുകൾ വളർന്നിട്ടുള്ളത്. ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കാട്ടാനകൾ നിലയുറപ്പിക്കുന്നത്. ഹൈവേ നിർമ്മാണം എന്ന് തുടങ്ങുമെന്ന് അറിയില്ല. അതുവരെ ഈ കാട് നിലനിർത്തിയാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വന്യമൃഗങ്ങൾ എത്തിയേക്കും. കാട് വെട്ടിമാറ്റി തങ്ങളുടെ സ്വൈരജീവിതം വീണ്ടെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാഹചര്യത്തിൽ അവിടെ കാണുന്ന ആ കാട്ടിൽ ഒരു മണിക്കൂറോളം ഈ 3 ആനകളും തമ്പടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. നിരവധി ആളുകൾ റോഡിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് ഹൈവേയിൽ പ്രവർത്തനം നടക്കാത്തത് ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് 4 വർഷം ഇങ്ങനെ വന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകളൊന്നും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. ചെർപ്പളശ്ശേരിയിൽ കാട്ടുപന്നി വേട്ട. നഗരസഭയുടെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ നടത്തിയ വേട്ടയിൽ 8 പന്നികളെ വെടിവെച്ച് കൊന്നു. പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു നടപടി. ചെർപ്പശ്ശേരി ഹൈസ്കൂൾ റോഡ് പരിസരം കാർമണ്ണ പൂക്കോട് ഭാഗങ്ങളിലാണ് ഞായറാഴ്ച കാട്ടുപന്നി വേട്ട നടന്നത്. ഈ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതായി കർഷകർ പരാതി പറഞ്ഞിരുന്നു. തുടർന്നാണ് നഗരസഭ കാട്ടുപന്നികളെ പിടികൂടാൻ കൗൺസിലറും ഫോറസ്റ്റ് ആരോഗ്യ വിഭാഗം ഉൾപ്പെട്ട പാനലുണ്ടാക്കുകയും ഇവരുടെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന വേട്ടയിൽ പരിശീലനം സിദ്ധിച്ച നായ്ക്കളുടെ സഹായത്തോടെ 8 പന്നികളെ ഷൂട്ടർമാർ വെടിവെച്ചു കൊന്നു. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അംഗീകൃത ഷൂട്ടർമാരായ അലി നെല്ലങ്കര, ദേവകുമാർ വരിക്കത്ത്, ചന്ദ്രൻ വരിക്കത്ത്, തോമസ് VJ, ഷാൻ KP, മുഹമ്മദ് അലി എന്നിവരാണ് വേട്ടയിൽ പങ്കെടുത്തത്. കാട്ടുപന്നി ശല്യം മൂലം ഈ പ്രദേശങ്ങളിൽ കർഷകർ വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് നഗരസഭ മുൻകൈയെടുത്ത് ഷൂട്ടർമാരെ എത്തിച്ചതെന്നും ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിലും വേട്ട തുടരുമെന്നും കൗൺസിലർ V വിനോദ് പറഞ്ഞു. വ്യാപകമായിട്ടുള്ള പന്നി കൃഷിനാശം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രയാസത്തിലാണ് കൃഷിക്കാർ എന്നതിൻ്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിലൊരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ പാനലിലെ ഷൂട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പൂതോട് പാടശേഖരത്തിലും അതുപോലെ തന്നെ കാറൽമണ്ണയിലും നടത്തിയിട്ടുള്ള ഒരു പന്നികളെ വേട്ടയാടിയതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള കൃഷിനാശത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇത് സഹായകരമാവും എന്നാണ് കരുതുന്നത്. ഷൂട്ടർമാർ മങ്കടയിലും എന്തൊക്കെയുള്ള ആൾക്കാരാണ്. പേര് എനിക്ക് ഓർമ്മയില്ല. അംഗീകൃത ഷൂട്ടർമാരാണ്, നമ്മുടെ പാനലിലുള്ളതാണ്. ഫോറസ്റ്റ് തന്നിട്ടുള്ള ഷൂട്ടർമാരാണ്. അതാണ് വലിയ പ്രയാസത്തിലാണ് കൃഷിക്കാരെന്നല്ല, ആളുകൾക്ക് ആകെ വലിയ പ്രയാസം പന്നികളുടെ ശല്യം കൊണ്ടുണ്ട് എന്നുള്ളതുണ്ട്. തുടരണം എന്നുള്ളതാണ്. അവരുടെ ഒരു ഒഴിവും കൂടി കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വന്ന സംഘത്തിൽ 12ഓളം നായ്ക്കളുണ്ട്, 4-5 ഷൂട്ടർമാർ 4 പേരുണ്ട്, പിന്നെ 10-30ഓളം വരുന്ന ആളുകൾ. ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളൂടെ ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുണ്ട്. കൊന്ന പന്നികളെ പിന്നീട് ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒറ്റപ്പാലം ചുനങ്ങാട് താമസിക്കുന്ന പാലപ്പുറം പാറയ്ക്കൽ യൂസഫിനെയാണ് കാണാതായത്. രാവിലെ മീറ്റ്ന തടയണ പ്രദേശത്ത് മത്സ്യബന്ധനത്തിനിടെയാണ് അപകടം. പുഴ കരകവിഞ്ഞൊഴുകുന്ന പ്രദേശത്ത് തൊഴിലാളി തെന്നി വീണതാണെന്ന് കരുതുന്നു.
മീറ്റ്ന തടയണയ്ക്കും മായന്നൂർ പാലത്തിനുമിടയിൽ ഇയാൾ മുങ്ങിത്താഴുന്നത് കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു. ഷൊർണൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും മുങ്ങൽവിദഗ്ധരും പോലീസും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. പുഴയിലെ ശക്തമായ ഒഴുക്ക് തിരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പട്ടാമ്പിയിലും പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. തൃത്താല വെള്ളിയാങ്കൽ റെഗുലേറ്ററിൻ്റെ 26 ഷട്ടറുകളും തുറന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ശക്തമായ മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചത്. ഞായറാഴ്ച രാവിലെ മുതൽ പട്ടാമ്പി പാലത്തിന് തൊട്ടു താഴെ കൂടിയാണ് പുഴ ഒഴുകിയത്. മഴ തുടർന്നാൽ പാലത്തിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴ വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വെള്ളിയാങ്കൽ റെഗുലേറ്ററിൻ്റെ 26 ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തുറന്നിരുന്നു. പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയും നവീകരണം. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. റോഡ് തകർച്ച കാരണം കച്ചവടത്തിൽ വലിയ പ്രതിസന്ധിയാണ് നഗരത്തിലെ വ്യാപാരികൾ നേരിടുന്നത്. പട്ടാമ്പിയിലെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും കാരണം ആളുകൾ നഗരത്തിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇത് വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ ഓണക്കാലത്ത് പോലും പട്ടാമ്പിയിലേക്ക് ആളുകൾ എത്താത്ത സ്ഥിതിയുണ്ടാകുമെന്നും കച്ചവടമില്ലാതെ വ്യാപാര മേഖല സ്തംഭിക്കുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് MLA വ്യാപാരികളുമായും വകുപ്പ് ഉദ്യോഗസ്ഥരുമായും യോഗം ചേർന്നത്. നമ്മുടെ ആശങ്ക എന്താ അറിയാം, പോലെ 100% മഴ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. മഴയെ കുറിച്ച് നമുക്ക് ഒരാൾക്കും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ മഴ എന്ന് പറയുന്നത് നമ്മൾ MLA പറഞ്ഞത് അന്ന് നമ്മളോട് പൊതുവഴുത്തിൽ നമ്മളൊക്കെ സംസാരിക്കുന്നത് ലക്ഷത്തിലേക്കുള്ള പൂർണ്ണമായി അതിനിടയിൽ വീണ്ടും മഴ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടാഴ്ച മഴയായിരുന്നു. പക്ഷെ അത് അതിനുശേഷം വരുന്ന അലക്സ് മുതൽക്കും ബസ് സ്റ്റാൻഡ് വരേക്കുള്ളത് ആളിറങ്ങി നിന്നാൽ മുക്ക് വരേക്കുള്ള കുഴികളാണ് പറഞ്ഞത്. അതായത് വീണാൽ കാല് ഇതാവുന്ന രീതിയിലുള്ള ഓരോ രാത്രി കുഴി അടച്ചു പക്ഷെ ഇത് നിൽക്കുന്നില്ല പോയി. ഞാൻ പറയണത് വെച്ചാൽ ഇപ്പൊ ചിലർക്ക് ചിലപ്പോൾ സംഘടനയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. മാർച്ച് മാസത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വളരെ ഏകോപനത്തോടു കൂടി വർക്ക് മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഇതുപോലെ പിന്നെ നിങ്ങൾ നിരന്തരമായിട്ട് വ്യാപാരി ആളുകൾ ആവശ്യപ്പെടുകയും പെരുന്നാൾ കച്ചവടം മുടങ്ങരുത്, കാരണം പൈപ്പ് ലൈനിലുള്ള പണിയാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പിന്നെ മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പുമാണ്, നല്ല ചൂടുമാണ്. പോസ്റ്റ് മാറ്റുന്നതും ഒരു കണ്ടിന്യൂസ് ആയിട്ട് മാറ്റുമ്പോൾ ചൂടാണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തൽക്കാലം അത് മാറ്റിവെക്കാൻ പറഞ്ഞു. മഴയാണ് പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാക്കുന്നതെന്ന് MLA യോഗത്തിൽ പറഞ്ഞു. മഴ വിട്ടുനിൽക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി വേഗത്തിലാക്കുമെന്നും MLA പറഞ്ഞു. ഇപ്പൊ എന്താ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ വാരണാസി വീട്ടാണെങ്കിലും വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെരുമഴ, ഈ പെരുമഴ ഉള്ള സമയത്ത് നമ്മൾ വർക്ക് ചെയ്താൽ റോഡ് ക്വാളിറ്റി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പൊടി. അപ്പൊ നിങ്ങൾ വേണ്ട ഒരു ഉദാഹരണം കണ്ട, നമ്മളെ പുലാമന്തോളത്ത് അങ്ങോട്ടുള്ള റോഡ് പൂർത്തീകരിച്ച റോഡാണ്, ഇപ്പൊ വീണ്ടും പൊളിക്കും. പുലാമന്തോളത്ത് പെരുന്തൽമണ്ണ, അത് നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെ ഒരുപാട് റോഡുകൾ. അപ്പൊ ഈ സമയത്ത് നമ്മൾ പൊളിച്ച് പണിയെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത്. പക്ഷെ അത് മഴ ഒന്ന് കുറയാതെ ചെയ്താൽ ഇതേ നിങ്ങൾ തന്നെ പറയും, ഇതൊക്കെ റോഡ് പൊളിച്ചിട്ടും ആകെ വെള്ളമാണ്, ചളിയാണ്. അപ്പൊ പൈപ്പിന് ബാക്കി ഭാഗം കീറി കഴിഞ്ഞാൽ ആ ഇതിൽ ചിലപ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആള് വീഴും. ആള് വീണ് അതിലേക്കാണ് അപകടം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞാൽ ആ സൊല്യൂഷൻ നമ്മൾ ചെയ്യും. ഒരു സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോന്ന് പറയുന്നില്ല, ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ നമ്മൾ. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, ജനറൽ സെക്രട്ടറി സന്തോഷ്, ട്രഷറർ അബുലൈസ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ EP അബ്ദുൽ ജബ്ബാർ, സത്താർ, ഹനീഫ, സനൂപ്, മുജീബ്, KRFB ഷൊർണൂർ ഡിവിഷൻ ഉദ്യോഗസ്ഥർ, KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, റോഡ് കോൺട്രാക്ടേഴ്സ്, വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടവേണം. വാർത്തകൾ തുടരുന്നു. തുടർച്ചയായി 3 തവണ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പ് പുരസ്കാരം നേടിയ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം വീണ്ടും അംഗീകാരം നേടി. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിന്റെ അംഗീകാരമാണ് കൊപ്പം ആശുപത്രിയെ തേടിയെത്തിയത്. സംസ്ഥാനത്തെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ഇത്തവണ ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 97.63% മാർക്ക് നേടിയാണ് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം മികച്ച നിലവാരം പുലർത്തിയത്. ജില്ലയിൽ ഇത്തവണ ഈ അംഗീകാരം നേടുന്ന ഏക സാമൂഹികാരോഗ്യ കേന്ദ്രം കൊപ്പമാണ്. ആശുപത്രിയിലെ ഭൗതിക സൗകര്യങ്ങൾ, രോഗികൾക്ക് നൽകുന്ന സേവനങ്ങൾ,
ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ദേശീയ ആരോഗ്യ വകുപ്പിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ അംഗീകാരം നൽകുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശോധനയ്ക്കൊടുവിലാണ് ദേശീയ അംഗീകാരം നൽകുന്നത്. IP, OP വിഭാഗങ്ങൾ, അത്യാഹിത വിഭാഗം, ലബോറട്ടറി, ഫാർമസി, ഓക്സിലറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ തുടങ്ങി 8 വിഭാഗങ്ങളിലായാണ് പരിശോധന നടന്നത്. ആശുപത്രിയിലെ രോഗീപരിചരണം, രോഗികൾക്കാവശ്യമായ മികച്ച സൗകര്യങ്ങളൊരുക്കൽ, ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, ലഭ്യമാക്കുന്ന ഉപകരണങ്ങളുടെ കാര്യക്ഷമത, മരുന്നുകളുടെ ലഭ്യതയും വിതരണവും, രോഗികളുടെ സംതൃപ്തി, അണുബാധ നിയന്ത്രണം, ആശുപത്രി പരിപാലനം, ദേശീയ ആരോഗ്യ പരിപാടികളുടെ നടപ്പിലാക്കൽ എന്നിവ നേരിട്ട് നിരീക്ഷിച്ചും രോഗികളുമായും ജീവനക്കാരുമായും അഭിമുഖം നടത്തിയുമാണ് വിലയിരുത്തിയത്. UP-യിൽ നിന്നുമുള്ള ഡോക്ടർ വൈഭവ് പാട്ടീൽ, മധുരയിൽ നിന്നുള്ള ജയേഷ് പ്രഭാകർ എന്നിവരടങ്ങുന്ന സംഘമാണ് മെയ് മാസത്തിൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നത്. എല്ലാ മേഖലയിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അംഗീകാരത്തിന് അർഹത നേടിയതെന്ന് കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാ ജലാൽ പറഞ്ഞു. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികവ് തെളിയിച്ചാണ് കൊപ്പം ആശുപത്രി ദേശീയതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയതലത്തിലും മികവ് പുലർത്താനായതിൻ്റെ സന്തോഷത്തിലാണ് ആശുപത്രി ജീവനക്കാരും. 3 വർഷത്തെ കാലാവധിയാണ് ഈ അംഗീകാരത്തിനുള്ളത്. തുടർന്ന് ദേശീയ സംഘത്തിൻ്റെ പുനഃപരിശോധന ഉണ്ടാവും. 1 വർഷത്തേക്ക് 2,20,000 രൂപയാണ് സാമ്പത്തിക സഹായമായി ലഭിക്കുക. ആഴ്ചകൾക്ക് മുമ്പ് ലഭിച്ച കായകൽപ്പ പുരസ്കാരത്തിന് പിറകെ ലഭിച്ച ദേശീയ അംഗീകാരവും ആശുപത്രിക്ക് ഇരട്ടി മധുരമാണ് നൽകിയിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശ്രീകൃഷ്ണപുരം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ശ്രീകൃഷ്ണപുരത്തെ വഴിയോര കച്ചവടങ്ങൾ തടയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആ കച്ചവടക്കാരന് കച്ചവടം അന്ന് സുഗമമായി നടത്തി കൊടുക്കാൻ കഴിഞ്ഞത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന ഈ പ്രസ്ഥാനമുള്ളതുകൊണ്ടാണ്. അവിടെയാണ് നമ്മളുള്ളത്. അവിടെ ഈ 4-2 ഇഞ്ച് ഉയരുള്ള എനിക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കാരാ, ഈ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയും. പക്ഷെ എന്റെ വീട്ടിൽ ചെറുപ്പശ്ശേരി അങ്ങാടിയിലെ 700ഓളം കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരന്റെ ബലത്തിലാണ് ഞാൻ ആ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതും ആ കച്ചവടക്കാരന് അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞു. അന്ന് വൈകുന്നേരം ആ കച്ചവടക്കാരനോട് മുതലാളിയോട് ഞാൻ ചോദിച്ചു, അല്ല ഇന്ന് എത്ര രൂപയുടെ കച്ചവടം അതിന് ആഗ്രഹിക്കുകയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 7.5 ലക്ഷം രൂപയുടെ കച്ചവടം നടത്തണം. അന്ന് അത് നടത്തില്ലായിരുന്നെങ്കിൽ ആ 7 ലക്ഷം പോയി. ഇന്ന് കച്ചവടത്തിന് അക്രമിക്കില്ല. ഞാനത് പറഞ്ഞത് ഇതിനാണ് സമ്മതം. യൂണിറ്റ് പ്രസിഡന്റ് KL ബേബി അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ ശ്രീകുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O അരവിന്ദൻ, മണ്ഡലം പ്രസിഡന്റ് മരക്കാർ, മണ്ഡലം ട്രഷറർ കരീം, യൂണിറ്റ് സെക്രട്ടറി പുനത്തിൽ ജയകൃഷ്ണൻ, ഭാസ്കരൻ, ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി KL ബേബിയെ പ്രസിഡന്റായും പുനത്തിൽ ജയകൃഷ്ണനെ സെക്രട്ടറിയായും M ശ്രീകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് മുൻ സെക്രട്ടറി മണികണ്ഠൻ്റെ ഇൻഷുറൻസ് തുക ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് മണികണ്ഠൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. യൂണിറ്റും LICയും ചേർന്ന് നടപ്പിലാക്കിയ ഗ്രൂപ്പ് ഇൻഷുറൻസ് തുകയും അംഗങ്ങളുടെ സഹായവും ചേർത്ത തുകയാണ് കൈമാറിയത്. ശ്രീകൃഷ്ണപുരത്തെ വഴിയോര കച്ചവടം ഒഴിവാക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കാത്തതിനെ യോഗം അപലപിച്ചു. ഓൺലൈൻ മാർക്കറ്റിംഗിനെതിരെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രക്ഷോഭ പരിപാടികൾ നടത്താൻ യോഗം തീരുമാനിച്ചു. CPI പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ സുമലത മോഹൻദാസിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. CPIയുടെ സംസ്ഥാനത്തെ ആദ്യ വനിതാ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ സുമലത മോഹൻദാസിന് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. മണ്ഡലം കമ്മിറ്റി ഓഫീസായ PV കുഞ്ഞുണ്ണി നായർ സ്മാരകത്തിലായിരുന്നു സ്വീകരണം. വിവിധ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലെത്തി പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒറ്റപ്പാലത്തും ജില്ലാ സെക്രട്ടറി എത്തിയത്. തീർച്ചയായും ഒറ്റപ്പാലത്ത് മൺമറഞ്ഞു പോയ സഖാക്കളെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ആദ്യത്തെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത് തന്നെ വലിയൊരു ആർജവമാണ്. എല്ലാ മണ്ഡലത്തിലും ആ മണ്ഡലത്തിലെ പാർട്ടിയെ കെട്ടിപ്പടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള മൺമറഞ്ഞു പോയ മുഴുവൻ സഖാക്കളെയും ഓർത്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു പ്രവർത്തനം ഞാൻ ജില്ലയിൽ ആരംഭിക്കുന്നത്. തീർച്ചയായും ഈ ഒറ്റപ്പാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം ഈ പാർട്ടി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ ബ്രാഞ്ച് യോഗങ്ങളാണെങ്കിലും LC സമ്മേളനങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നടത്തി പൂർത്തീകരിച്ചത്. ഏറ്റവും അവസാനമായ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം, അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഈ ഒറ്റപ്പാലത്ത് ആ സംഘടനയിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. മന്ത്രി J. ചിഞ്ചൂറാണി പങ്കെടുത്തുകൊണ്ട് വനിതാ സംഗമം വലിയ വനിതാ സഖാക്കൾ മുഴുവനും ഒറ്റപ്പാലത്ത് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം, ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത ഒരു മണ്ഡലമായി ഒറ്റപ്പാലം മാറി എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ ഇനിയും
ആർജവവും ഉണ്ടാവും എന്നുള്ളത്. മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം എ പ്രഭാവതി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എം ദേവദാസ്, എം എസ് പൗലോസ്, കെ പാറുക്കുട്ടി, എൻ ആർ പത്മാവതി, ടി ജയപ്രകാശ്, ഒ പി ലത്തീഫ്, ലോക്കൽ സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറിമാരായ സയ്യിദ് മുഹമ്മദ്, ഗീതാ ദിനേശൻ, ഉണ്ണികൃഷ്ണൻ, നാരായണൻ, ജ്യോതി ബാസു, കണ്ണൻ വാണിയംകുളം, നാരായണൻ, ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടുള്ള മണ്ഡലം കമ്മിറ്റി യോഗവും നടന്നു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച ശ്രീകൃഷ്ണപുരം സൊസൈറ്റി മുടവനംകാവ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കെ പ്രേംകുമാർ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാക്കിയത്. ഇന്നലെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടും മെച്ചപ്പെട്ട അന്തരീക്ഷത്തിലും ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ വികസനം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശ്രീകൃഷ്ണപുരം മുടവനംകാവ് പ്രദേശത്തുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാടിൻ്റെ ശ്രദ്ധേയമായ ഒരു മാറ്റം, നേട്ടം നാം സ്വന്തമാക്കിയ ഒരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുചേരുന്നത്. വർഷങ്ങളായി ആളുകൾക്ക് വളരെ പ്രയാസത്തോടെ മാത്രം യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്ന അത്തരമൊരവസ്ഥയിലുണ്ടായിരുന്ന ഒരു റോഡ് ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥലം ഉൾപ്പെടെയുള്ള ആ പ്രദേശം ബാങ്ക് പഞ്ചായത്തിന് വിട്ടു തന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചിലവിൽ നമുക്ക് ഏറ്റവും മികവോടുകൂടി അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് നാം ഒത്തുചേർന്നിട്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രദീപ് MK, പി രാജഗോപാലൻ, സി പമ്പാജാതൻ എന്നിവർ സംസാരിച്ചു. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ തുടങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുക, മരുന്ന് ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP പഞ്ചായത്ത് കമ്മിറ്റി ഏകദിന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രതിഷേധ ധർണ വൈകുന്നേരം 6:30 സമാപിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. BJP പാലക്കാട് മേഖലാ ഉപാധ്യക്ഷൻ KV ജയൻ അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ്, BJP മേഖലാ സെക്രട്ടറി AP പ്രസാദ്, ജില്ലാ ഭാരവാഹികളായ VB മുരളീധരൻ, K പ്രസാദ്, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, V വേലുദാസ്, K സുരേഷ് കുമാർ, V സജീഷ് എന്നിവർ സംസാരിച്ചു. നെല്ലായ കൃഷ്ണപ്പടി ENUP സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ട് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ദുരിതമാകുന്നു. മഴ പെയ്താൽ റോഡിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിലാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നെല്ലായ കൃഷ്ണപ്പടിയിലെ UP സ്കൂളിന് മുന്നിലെ വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. താരതമ്യേന വീതി കുറഞ്ഞ ഈ റോഡിന്റെ പകുതിയിലധികവും വലിയ വെള്ളക്കെട്ടാണ്. മഴ പെയ്താൽ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിനിൽക്കുന്നത് സ്കൂളിന് മുമ്പിലാണ്. ഇതിലൂടെ അഴുക്കുചാലുണ്ടെങ്കിലും ഇതെല്ലാം മണ്ണടിഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. പ്രദേശത്തെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കൃഷ്ണപ്പടിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. റോഡിന്റെ പകുതി ഭാഗം വെള്ളത്തിലായതിനാൽ വാഹനങ്ങൾ റോഡിന്റെ ഒരു വശം ചേർന്ന് മാത്രമാണ് പോകാൻ സാധിക്കുന്നത്. ഇത് കാൽനട യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് 6ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കും. തൊഴിലിടങ്ങളിൽ നീതി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന തലക്കെട്ടിൽ ആഗസ്റ്റ് 1 വൈകിട്ട് 4 മേലെ പട്ടാമ്പിയിൽ തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ മണ്ഡലങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾ സംഗമിക്കും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ അവഗണന നേരിടുന്നതായും ആശാവർക്കർമാർ, ഗാർഹിക തൊഴിലുകൾ എന്നിവയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് പരിരക്ഷ ലഭ്യമല്ലെന്നും ഇവർക്കെതിരെ മോശം പെരുമാറ്റം നിലനിൽക്കുന്നതായും ഇതിനെതിരെ പഠനം നടത്തി ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സംഗമം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആദരിക്കൽ, വിവിധ മത്സര പരിപാടികൾ തുടങ്ങിയവയും നടക്കും. പരിപാടിയിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് ഷക്കീല വി, ജില്ലാ സെക്രട്ടറി ഫെൻസിയ ഷഹീർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷഹീറ വല്ലപ്പുഴ, ഫൗസിയ അബുലൈസ്, M റംലത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലിടങ്ങളിൽ നീതി നിഷേധിക്കുന്നവർ
നിധി തേടുന്നവർ ഒരുമിക്കുന്നു എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അത് ജൂലൈ 20 ഞങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ് തല പരിപാടി എറണാകുളത്ത് വെച്ചിട്ട് നടത്തി കഴിഞ്ഞു. ഇനി ജില്ലയിൽ ഈ മാസത്തിനുള്ളിൽ തന്നെ പരിപാടികൾ, വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ക്യാപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ കായിക മത്സരങ്ങൾ, അതുപോലെ തന്നെ രചനാ മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള സ്ത്രീകളെ, അതായത് അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾ, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ള സ്ത്രീ തൊഴിലാളികൾ, ഏകദേശം ഒരു 80% അസംഘടിത മേഖലയിലാണ് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വേതനമില്ല, അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു തൊഴിലാളി മുതലാളി, അതുപോലെ തന്നെ ഒരു വ്യവസ്ഥയില്ല, അതുപോലെ തന്നെ കൂടുതൽ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എന്നാൽ ഒരു തൊഴിൽ പരിരക്ഷ ഈ രംഗത്തുള്ള സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്ങശ്ശേരിയിലെ ഒരു കൂട്ടം മനുഷ്യരുടെ സന്മനസ്സിൽ അപകടത്തെ തുടർന്ന് വർഷങ്ങളായി വീൽചെയറിൽ കഴിയുന്ന യുവാവിന് ഉപജീവന മാർഗമൊരുക്കി. വേങ്ങശ്ശേരി പച്ചീരിക്കാട്ടിൽ ഹരിദാസനാണ് ഹരിദാസം കൂട്ടായ്മ ഹാൻഡ് ബ്രേക്കുള്ള ഓട്ടോറിക്ഷ നൽകിയത്. 1 വർഷത്തിലേറെയായി മാസാമാസം നിശ്ചിത തുക മരുന്നിനു വേണ്ടി നൽകുന്നത് കൂടാതെയാണ് 1.5 ലക്ഷം രൂപ ചെലവിൽ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. ഇതുപയോഗിച്ച് ലോട്ടറി കച്ചവടമോ തൊഴിലാളിയെ വെച്ച് കാട് വെട്ടുന്ന പണിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹരിദാസ് പറഞ്ഞു. വീടിന് പുറത്തിറങ്ങി സഞ്ചരിക്കുന്നതിലൂടെ അസുഖത്തിൽ നിന്ന് കൂടുതൽ മുക്തമാകാൻ കഴിയുമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഉപജീവനത്തിനുള്ള വഴി ഒരുക്കിയത്. 2020 കോവിഡ് കാലത്താണ് ഡ്രൈവറായിരുന്ന ഹരിദാസിന് ബ്രേക്ക് ജാമായി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുന്നത്. നട്ടലിന് ഗുരുതര പരിക്കേറ്റ ഹരിദാസ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി. തിരിഞ്ഞു കിടക്കാനും മറ്റു കാര്യങ്ങൾക്കും പരസഹായമില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാണ്. അച്ഛൻ രാമകൃഷ്ണൻ്റെ കൃഷിപ്പണിയിൽ നിന്നും ഹരിദാസിൻ്റെ വരുമാനത്തിലും ജീവിച്ചിരുന്ന കുടുംബം ഇതോടെ ബുദ്ധിമുട്ടിലായി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയെ തുടർന്ന് പതിയെയാണ് ഹരിദാസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത്. ഇതിനിടെ അച്ഛൻ രാമകൃഷ്ണന് അർബുദം ബാധിച്ചതോടെ അമ്മ നാരായണിക്കുട്ടി, ഹരിദാസിൻ്റെ ഭാര്യയും 2 മക്കളും സഹോദരൻ്റെ 2 മക്കളും ഉൾപ്പെടെയുള്ള കുടുംബം കൂടുതൽ ബുദ്ധിമുട്ടിലായി. നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് ഹരിദാസൻ കൂട്ടായ്മ സഹായത്തിനെത്തുന്നത്. 2020 മെയ് 1 ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലായത്. അവിടുന്ന് ഒരു 10-28 ദിവസം ആശുപത്രിയിൽ തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ബെഡിൽ തന്നെയായിരുന്നു ഒരു 5 കൊല്ലത്തോളം. അവിടുന്ന് ഇപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ കിട്ടിയപ്പോഴാണ് നമുക്ക് പുറത്ത് ഇറങ്ങാനും നാട്ടുകാരെ കാണാനും തുടങ്ങിയത്. അത് കാരണം കൊണ്ട് എനിക്ക് കുറേ അത്യാവശ്യം എല്ലാം ഒരു എന്താണെന്ന് പറയുക, ആരോഗ്യത്തിനും എല്ലാത്തിനും ഒരു മാറ്റങ്ങളുണ്ട്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് കാർഡ് പട്ടോ അങ്ങനെ ലോട്ടറി ടിക്കറ്റ് അങ്ങനെ വെക്കാനാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ നാട്ടുകാർ എല്ലാവരും സഹായിച്ച് നമുക്കൊരു ഓട്ടോറിക്ഷ എടുത്തു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. മാസത്തിൽ 7000 രൂപയോളം വരുന്ന മരുന്നിനുള്ള തുക ഇവരാണ് നൽകി വരുന്നത്. ഇതിനിടെ 2 വർഷം മുമ്പ് ചാവക്കാട് സ്വദേശി നൽകിയ ഇലക്ട്രിക് വീൽചെയർ ലഭിച്ചതോടെ അതിലിരുന്ന് വീട്ടിലൂടെ ഹരിദാസിനെ സഞ്ചരിക്കാമെന്നായി. എന്നാൽ പുറത്തിറങ്ങി സഞ്ചരിച്ചാലേ അസുഖത്തിൽ നിന്ന് മുക്തമാകൂ എന്ന ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം കൂട്ടായ്മയെ അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കൂട്ടായ്മ പണം സമാഹരിച്ച ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഹരിദാസിന് ഒരു ഓട്ടോറിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയതിൻ്റെ ഫലമായിട്ട് അത് വയങ്കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ കൈമാറി. ഹരിദാസം എന്നൊരു ഗ്രൂപ്പ് അദ്ദേഹത്തിന് കഴിഞ്ഞ 1 വർഷമായിട്ട് മരുന്നിനുള്ള ഒരു ചെറിയ തുക കൈമാറുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഓട്ടോറിക്ഷ, ഹാൻഡ് ബ്രേക്കുള്ള ഒരു ഓട്ടോറിക്ഷ ഹരിദാസിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. സ്വന്തമായി അയാളുടെ യുക്തിക്കനുസരിച്ച് അതിലെന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷയെ കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയതാണ്. അങ്ങനെയാണ് ഹരിദാസിന് ഓട്ടോറിക്ഷ കൊടുക്കുന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറച്ചാളുകൾ ഇവിടെ സുമനസ്സുകൾ ചേർന്നിട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് അതിൽ വൈഡായിട്ടുള്ളൊരു നാട് മുഴുവൻ നടന്നിട്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവരും അതോടനുബന്ധിച്ചൊരു യാത്രാ ക്ലബ്ബുണ്ട്, അവരുടെയും കൂടി വളരെ ശ്രമഫലമായിട്ടാണ് ഇത്. അവരുടെ പരിധിയുള്ള ആളുകൾ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ സ്വരൂപിച്ച ഈ എമൗണ്ട് കൊണ്ടാണ് ഹരിദാസിന് ഈ ഓട്ടോറിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞത്. വേങ്ങശ്ശേരി വയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ നായർ, സരോജിനിയമ്മ ദമ്പതികൾ ചേർന്ന് താക്കോൽ കൈമാറി. ശക്തമായ കാറ്റിൽ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള വൈദ്യുതി കാൽ തകർന്നതോടെ 2 ദിവസമായി വൈദ്യുതി മുടങ്ങി. തകർന്ന കാൽ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ KSEB തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ. പശു, താറാവ്, കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കുള്ള കുടിവെള്ളം ഉൾപ്പെടെ ഇത് കാരണം മുട്ടി. വിഷയം ഗൗരവമായി കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ CJ രമേശ് പറഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രി പോയതാണ് ഫാമിനകത്തൊക്കെ വൈദ്യുതി.
അവിടെ 10-600-ൽ പരം പശുക്കൾ, ആട്, കോഴി, താറാവ് എന്നിവ ജീവജാലങ്ങൾ ഉള്ള ഒരു ഫാമാണത്. അവർക്കുള്ള കുടിവെള്ളം പോലും മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് KSEBിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവരോട് ഇത് പരാതി പറയുന്ന സമയത്ത് ഇപ്പോൾ വരാ എന്ന് പറയല്ലാതെ ഇന്ന് ഈ നേരം വരെ വന്നിട്ടില്ല. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. സമസ്ത കേരള വാരിയർ സമാജം ശ്രീകൃഷ്ണപുരം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചു. ജയഭാരതി, പത്മിനി എന്നിവർ നേതൃത്വം നൽകി. കോമളവല്ലി, നടരാജ വാര്യർ, ഗൗരി, ഉഷാചന്ദ്രൻ, ആശ ശശിധരൻ, KV രമ, സാന്ദ്ര S വാര്യർ, PS കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. കോട്ടായി വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലം നിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ചെമ്പൈമഠം വെങ്കിടേഷ് സ്വാമിയും ശ്രീകാന്ത് സ്വാമിയും നേതൃത്വം നൽകി. ഇല്ലം നിറയുടെ ഭാഗമായി നിരവധി ഭക്തർ പങ്കെടുത്തു. രാമായണ മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും നടന്നുവരുന്നുണ്ട്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുരുക്കല്ലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച മഹാഗണപതി ഹോമം, ത്രികാല പൂജ, മറ്റ് വിശേഷാൽ പൂജകൾ, വൈകിട്ട് ഭഗവത് സേവ, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചേറമ്പറ്റ മനക്കൽ മണികണ്ഠൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. കോങ്ങാട് കുണ്ടുവമ്പാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചു. മേൽശാന്തി കുളങ്ങര ഗംഗാധരൻ നായർ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കീഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ഗജപൂജയും ആനയൂട്ടും നടത്തി. ക്ഷേത്രം ഭരണസമിതിയും ആനപ്രേമികളുടെ കൂട്ടായ്മയും ചേർന്നാണ് ആനയൂട്ട് നടത്തിയത്. രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് മേളം, പ്രത്യക്ഷ ഗജപൂജ എന്നിവയുണ്ടായി. നിരവധി ഭക്തരാണ് വിശേഷാൽ ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിയത്. ഒറ്റപ്പാലം ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷിച്ചു. പൂജാരി അവിൻ ബാബു കാർമ്മികത്വം വഹിച്ചു. മാതൃസമിതിയുടെ രാമായണ പാരായണവും പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ KK സാജൻ, MN ശിവദാസൻ, C രാമചന്ദ്രൻ, KN മുരളീകൃഷ്ണൻ, A ജയകുമാർ, K രാജഗോപാലൻ, CP ശങ്കരനാരായണൻ, T ഹരിദാസൻ, K രാമകൃഷ്ണൻ, PP വിഘ്നേഷ്, K സുകുമാരൻ, C ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മലയോര മേഖലയിലെ സംസ്ഥാന പാതകൾ ഉൾപ്പെടെ ആനത്താരകളായി മാറിയത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് AP അനിൽകുമാർ MLA. നിയമസഭയിൽ പലതവണ പ്രശ്നം ഉന്നയിച്ചിട്ടും സർക്കാർ വിഷയം ഗൗരവമായി എടുത്തില്ലെന്നും AP അനിൽകുമാർ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനകൾ നാശം വിതച്ച സ്ഥലങ്ങൾ MLA സന്ദർശിച്ചു. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ചുനങ്ങാട് സ്വദേശി യൂസഫിനെയാണ് കാണാതായത്. 2 ദിവസത്തെ മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ കാട്ടുപന്നി വേട്ട. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ വേട്ടയിൽ 8 പന്നികളെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായുള്ള പരാതിയെ തുടർന്നായിരുന്നു വേട്ട. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വീണ്ടും അംഗീകാര നിറവിൽ. മികച്ച സേവനത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരമാണ് ആശുപത്രിക്ക് ലഭിച്ചത്. കായകൽപ്പ പുരസ്കാരത്തിന് പിന്നാലെയാണ് ഈ ദേശീയ അംഗീകാരം. പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ച. വ്യാപാരികളുമായി ചർച്ച നടത്തിയ MLA. റോഡ് തകർച്ചയ്ക്കെതിരെ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.